ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ. 1855 ജനുവരി 7 ചാൾസ് സ്പർജൻ ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. മാലാഖി 3:6. മനുഷ്യൻ്റെ ശരിയായ പഠനം മനുഷ്യനാണ് എന്ന് ഒരാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ആശയത്തെ എതിർക്കുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുത്തവരുടെ ശരിയായ പഠനം ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ക്രൈസ്തവൻ്റെ ശരിയായ പഠനം ദൈവമാണ്. ഒരു ദൈവവൈതലിന് ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്ന ഉന്നതമായ ശാസ്ത്രം, മഹത്തായ തത്വചിന്ത, ശക്തമായ ദർശനം എന്ന് പറയുന്നത് താൻ പിതാവ് എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ നാമം, സ്വഭാവം, വ്യക്തിത്വം, പ്രവർത്തനം, ക്രിയകൾ, അവൻ്റെ അസ്തിത്വം എന്നിവയൊക്കെ പറ്റിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം മനസ്സുകളെ വളരെ ഉയർത്തുകയും ഹൃദയം വിശാലമാക്കുകയും ചെയ്യുന്നു. അതൊരു അത്യന്തം ബൃഹത്തായ വിഷയമായതിനാൽ നമ്മുടെ ചിന്തകൾ അതിൻ്റെ വിശാലതയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അനന്തതയോളം ആഴമുള്ളതാകിയാൽ നമ്മുടെ അഹങ്കാരം അതിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്നു. മറ്റു വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുമ്പോൾ അവയിലെല്ലാം നാം ഒരുവിധം ആത്മസംതൃപ്തിയോടെ ആഹാ ഞാൻ ബുദ്ധിമാനാണ് എന്ന ധാരണയോടെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നു. എന്നാൽ ഈ മഹാശാസ്ത്രത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ തൂക്കുകട്ടയുടെ ചരടിന് അതിൻ്റെ ആഴമളക്കുവാനോ നമ്മുടെ കഴുകൻ കണ്ണുകൾക്ക് അതിൻ്റെ ഉയരം ദർശിക്കാനോ പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണരുന്ന ചിന്ത പക്ഷേ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനും ഒരു കാട്ടിലെ കഴുതക്കുട്ടിയെ പോലെയുള്ളൂ എന്നും നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ എന്ന ആശ്ചര്യവുമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളല്ലാതെ വേറൊരു വിഷയത്തിനും മനസ്സുകളെ ഇത്രയേറെ വിനയാതുരമാക്കുവാൻ കഴിയുകയില്ല. നമ്മൾക്ക് ഇങ്ങനെ പാടുവാൻ കഴിയും: മഹാദൈവമേ, നീ എത്ര അനന്തമാകുന്നു, ഞങ്ങൾ വെറും അപ്രധാന പുഴുക്കൾക്ക് സമാനമാകുന്നു. പക്ഷേ ഈ വിഷയം മനസ്സിനെ വിനീതമാക്കുന്നത് പോലെ അതിനെ വിശാലമാക്കുകയും ചെയ്യുന്നു. ദൈവത്തെ എപ്പോഴും ചിന്തിക്കുന്ന മനുഷ്യൻ അവൻ ഈ ചെറിയ ഭൂമിയിൽ വെറുതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യനേക്കാൾ വിശാലമായ മനസ്സുണ്ടാകും. അവനൊരു നാച്ചുറലിസ്റ്റ് ആയിരിക്കാം. കീടങ്ങളെ വിഭജിക്കുവാൻ, ഒരു ഈച്ചയുടെ ആന്തരിക ഘടന പഠിക്കുവാൻ, അല്ലെങ്കിൽ ശാസ്ത്രീയ പേരുകളാൽ വർഗങ്ങളിൽ കീടങ്ങളെയും മൃഗങ്ങളെയും ക്രമീകരിക്കാനുള്ള തൻ്റെ കഴിവിനെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നവനായിരിക്കാം. അവനൊരു ജിയോളജിസ്റ്റ് ആയിരിക്കാം. മെഗാഥീരിയവും പ്ലേഷിയോസോറസും മറ്റു വംശനാശം സംഭവിച്ചു പോയ എല്ലാ ജീവികളെയും കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവൻ. അവൻ തൻ്റെ ശാസ്ത്രം അതെന്തായാലും തൻ്റെ മനസ്സിനെ ഉന്നതവും ഹൃദയത്തെ വിശാലവുമാക്കുമെന്ന് കരുതിയേക്കാം. അതിനാവും. എന്നാൽ ഇതിലെല്ലാത്തിനും അപ്പുറം ആത്മാവിനെ വിപുലീകരിക്കുവാൻ ഏറ്റവും ഉത്തമമായ പഠനം ക്രിസ്തുശാസ്ത്രവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും ദൈവിക തൃത്വത്തിൽ ഓരോ ആത്മാവിനെയും കുറിച്ചുള്ള അറിവുമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ മഹത്തായ വിഷയത്തെ ഭക്തിയോടും അതിനായുള്ള ആഗ്രഹത്തോടും തുടർച്ചയായ ഗവേഷണത്തോടും കൂടിയുള്ള പഠനത്തോളം മനുഷ്യൻ്റെ ബുദ്ധിയെ ഇത്രയും വിശാലമാക്കുന്നതും മനുഷ്യൻ്റെ മുഴുവൻ ആത്മാവിനെയും ഇത്രയും ഉയർത്തുന്നതുമായി മറ്റൊന്നുമില്ല. വിനയത്തോടെയും വിശാലതയോടെയും ഈ വിഷയം പഠിക്കുമ്പോൾ അത് അതീവ ആശ്വാസകരമാണ്. ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിൽ ഓരോ മുറിവിനുമുള്ള ഔഷധമുണ്ട്. പിതാവിനെ ചിന്തിക്കുന്നതിൽ എല്ലാ ദുഃഖത്തിനുമുള്ള ശാന്തിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്താൽ എല്ലാ വേദനയ്ക്കും ഒരു മരുന്നുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ആകുലതകൾ മറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ത്രിയേക ദൈവം എന്ന അതുല്യ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുക. അവിടുത്തെ അതിബാഹുല്യത്തിൽ താഴ്ന്നു പോകുക. അപ്പോൾ നിങ്ങൾ വിശ്രമശയ്യയിൽ നിന്ന് എണീക്കുന്നത് പോലെ പുതുക്കപ്പെട്ടും ഊർജിതരുമായി പുറത്തു വരും. ദുഃഖത്തിൻ്റെയും വ്യസനത്തിൻ്റെയും തിരമാലകളെ ശമിപ്പിക്കുവാൻ, പരീക്ഷകളുടെ കൊടുങ്കാറ്റുകളോട് സമാധാനപരമായി സംസാരിക്കുവാൻ, ത്രിയേക ദൈവത്തെപ്പറ്റി ധ്യാനിക്കുന്ന ഒരു ഭക്തൻ എന്ന നിലയിൽ മനസ്സിനെ ഇത്രയേറെ ആശ്വസിപ്പിക്കുന്ന വേറൊന്നും എനിക്കറിയില്ല. ഇതാണ് ഈ രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം. അതിൽ നിന്ന് ഒരു ചിന്ത ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു. അത് മഹത്വമുള്ള യഹോവയുടെ മാറ്റമില്ലായ്മ എന്നതാണ്. ഞാൻ ഇന്ന് എടുത്ത വചനത്തിൽ പറയുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഇന്ന് രാവിലെ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി ഒരു മാറ്റമില്ലാത്ത ദൈവം. രണ്ടാമതായി ഈ മഹത്വമുള്ള ഗുണത്തിൽ നിന്ന് നേട്ടം ലഭിക്കുന്നവർ, അഥവാ യാക്കോബിൻ്റെ പുത്രന്മാർ. മൂന്നാമതായി അവർക്ക് ലഭിക്കുന്ന നേട്ടം, അവർ നശിക്കപ്പെടുന്നില്ല. ഈ വിഷയങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ഉപദേശ സത്യം ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ എന്നതാണ്. ഞാൻ ദൈവമാണ്, ഞാൻ മാറുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ സത്യത്തെ വിശദീകരിക്കാനും അതിനെ കൂടുതൽ വികസിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ ചില വാദവും മുമ്പോട്ട് വയ്ക്കാം. ഞാനെടുത്ത വചനത്തിന് ചില വിശദീകരണം നൽകുന്നതിനായി ആദ്യമായി പറയുന്നത് ദൈവം യഹോവയാകുന്നു. അവൻ്റെ സാരാംശം ഒരിക്കലും മാറുന്നില്ല.
ത്രിയേക ദൈവത്തിലെ ഒരു ആത്മാവ് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദൈവം എന്ത് പൊരുൾ കൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നാം അറിയുന്നില്ല. അതൊരു ഉണ്മയാണ്, അതൊരു അസ്തിത്വമാണ്. എന്നാൽ അതെന്താണ് എന്നത് നമുക്കറിയില്ല. എന്നിരുന്നാലും അതിനെ നാം അവൻ്റെ സാരാംശം എന്ന് വിളിക്കുന്നു. കൂടാതെ ആ സാരാംശം ഒരിക്കലും മാറുകയില്ല. നശ്വരമായവയുടെ സത്ത് എന്നും മാറ്റത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു. വെള്ള മഞ്ഞു കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്ന പർവ്വതങ്ങൾ വേനലിൽ തങ്ങളുടെ പഴയ മകുടങ്ങളെ ത്യജിച്ച് ഒഴുകി പോകുന്ന നദികളായി മാറുന്നു. അതേസമയം മഴമേഘങ്ങളാൽ അവയ്ക്ക് പുതിയ ഒരു തലം നൽകുന്നു. മഹത്തായ തിരമാലകളുള്ള മഹാസമുദ്രം അതിൻ്റെ ജലം സൂര്യപ്രകാശം തഴുകിയപ്പോൾ മേഘങ്ങളായി ആകാശത്തേക്ക് പറന്നു പോകുന്നു. സൂര്യന് പോലും സർവശക്തൻ്റെ കയ്യിൽ നിന്ന് പുതിയ ഇന്ധനം ലഭിക്കുമ്പോഴാണ് തൻ്റെ അഗ്നിയെ തുടർച്ചയായി ജ്വലിപ്പിക്കുവാൻ കഴിയുന്നത്. സകല സൃഷ്ടികളും മാറുന്നു. മനുഷ്യൻ പ്രത്യേകിച്ച് തൻ്റെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു കണികയും ഇപ്പോൾ അതിലില്ലാതിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈ ചട്ടക്കൂട് പ്രവർത്തനത്താൽ ക്ഷയിച്ചു പോകുന്നു. അതിൻ്റെ അണുക്കൾ ഘർഷണത്താൽ നീങ്ങിപ്പോകുന്നു. അതേസമയം പുതിയ കണികകൾ നിരന്തരം എൻ്റെ ശരീരത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ട്. അതിനാൽ അത് വീണ്ടും പൂർണ്ണമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൊരുൾ മാറിയിരിക്കുന്നു. ഈ ലോകം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന വസ്തുക്കളെല്ലാം എല്ലായ്പ്പോഴും പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജലധാരയിലെ ഓരോ തുള്ളികളും ഒഴുകിപ്പോകുന്നു. അടുത്തവ പിന്നീട് വരുന്നു. ആ നദി എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ ഘടകങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. പക്ഷേ ദൈവം ശാശ്വതമായി ഒരേപോലെയാണ്. അവൻ യാതൊരു പദാർത്ഥം കൊണ്ടോ ഭൗതിക വസ്തുവാലോ രൂപം കൊണ്ടിട്ടില്ല. മറിച്ച് അവൻ ആത്മാവാണ്, പരിശുദ്ധമായ, അടിസ്ഥാനപരമായ, ദിവ്യമായ ആത്മാവ്. അതിനാൽ അവൻ മാറാത്തവനാണ്. അവൻ അനന്തമായി ഒരുപോലെ തന്നെ ആയിരിക്കുന്നു. അവൻ്റെ ശാശ്വതമായ നെറ്റിയിൽ ചുളിവുകളൊന്നുമില്ല. കാലങ്ങൾ അവനെ ദുർബലമാക്കിയിട്ടില്ല. കാലയാത്രയുടെ സ്മാരകങ്ങളാൽ അവനെ മുറിവേൽപ്പിച്ചിട്ടില്ല. കാലഘട്ടങ്ങൾ കടന്നു പോകുന്നത് അവൻ കാണുന്നു. എന്നാൽ അവനോടൊപ്പം അത് എല്ലാം ഇപ്പോഴാണ്. അവൻ മഹത്തായ ഞാനാകുന്നവൻ ഞാനാകുന്നു, മഹത്തായ മാറ്റമില്ലാത്തവൻ. കാണുക, അവൻ്റെ ദൈവിക സാരാംശം മനുഷ്യസത്വവുമായി ഒന്നിച്ചപ്പോൾ മാറ്റം സംഭവിച്ചിട്ടില്ല. കടന്നുപോയ വർഷങ്ങളിൽ ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചപ്പോൾ അവൻ്റെ ദൈവിക സത്വത്തിന് മാറ്റം സംഭവിച്ചില്ല. ജഡം ജൈവമായതല്ല, ദൈവിക സാരാംശത്തിൽ ഒരു മാറ്റം വരുത്തി ദൈവം ജഡമായതുമല്ല. ഇവ രണ്ടും ഹൈപ്പോസ്റ്റാറ്റിക്കൽ യൂണിയനിൽ ഒരുമിച്ചു. എന്നാൽ ദൈവത്വം അപ്പോഴും അതേപോലെ തന്നെ നിലനിന്നു. താനൊരു ശിശുവായി തൊഴുത്തിലായിരുന്നപ്പോഴും ആകാശത്തിൻ്റെ തിരശീലകൾ വിരിച്ചപ്പോഴും അത് തന്നിൽ മാറ്റമില്ലാതെ തുടർന്നു. ക്രൂശിൽ കിടന്നതും രക്തം ധാരയായി ഒഴുകിയവനും ലോകത്തെ തൻ്റെ നിത്യഭുജങ്ങളിൽ താങ്ങിപ്പിടിക്കുന്നവനും മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശം വച്ചവനും അതേ ദൈവമാണ്. അവൻ തൻ്റെ സാരാംശത്തിൽ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല, മനുഷ്യ അവതാരത്തിൽ പോലും. അവൻ സദാകാലത്തേക്കും ഒരുപോലെയാണ്. നിത്യമായി മാറ്റമില്ലാത്ത ദൈവമാണ്. പ്രകാശത്തിൻ്റെ പിതാവാണ്. അവനിൽ പരിവർത്തനമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല. 2. അവൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഗുണങ്ങൾ പഴയ കാലത്ത് എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് ഇപ്പോഴും. അവ എല്ലാത്തിനെയും കുറിച്ച് നമുക്കിങ്ങനെ പാടാം: ആദിയിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ, എന്നും ഉണ്ടാകും, എന്നേക്കും. ആമേൻ. അവൻ ശക്തനായിരുന്നില്ലേ? അവൻ ഈ ലോകത്തെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയപ്പോൾ സർവശക്തനായിരുന്നില്ലേ? മലകൾ കെട്ടിപ്പടുക്കുകയും സമുദ്രത്തിനായി ആഴങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോൾ അവൻ സർവശക്തനായിരുന്നില്ലേ? അതെ, അന്ന് അവൻ ശക്തനായിരുന്നു. ഇന്നും അവൻ്റെ ഭുജം തളർന്നിട്ടില്ല. അവൻ ഇന്നും അതേ ശക്തിയോടെ പ്രതാപശാലിയാണ്. അവൻ്റെ പുഷ്ടിയുടെ രസം ഉണങ്ങിയിട്ടില്ല. അവൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്നും അതുപോലെ തന്നെയാണ്. താൻ ഈ മഹത്തായ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ താൻ ജ്ഞാനിയല്ലായിരുന്നു. തൻ്റെ ജ്ഞാനത്താലല്ലേ നമ്മുടെ രക്ഷയുടെ മാർഗം ആസൂത്രണം ചെയ്തത്. സർവ്വകാലത്തിനു മുന്നേ താൻ ഈ അത്ഭുതകരമായ പദ്ധതികൾ രൂപപ്പെടുത്തി. അതെ, ഇന്നും അദ്ദേഹം ജ്ഞാനിയാണ്. തൻ്റെ പ്രാവീണ്യം കുറയുകയോ ജ്ഞാനത്തിന് കുറവുണ്ടാകുകയോ ചെയ്തിട്ടില്ല. എല്ലാം കാണുന്ന തൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല. തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ വർഷങ്ങളായി കേട്ടാലും അവരുടെ കരച്ചിൽ, നെടുവീർപ്പ്, അമർഷം, ഞെരുക്കം എന്നിവ കേൾക്കുന്ന തൻ്റെ ചെവി ഭാരിതമായിട്ടില്ല. അവൻ തൻ്റെ ജ്ഞാനത്തിൽ മാറ്റമില്ലാത്തവനാണ്. അവൻ ഇപ്പോൾ അറിയുന്നത് പോലെ എപ്പോഴും അറിയുന്നു. അധികമോ കുറവോ ഇല്ല. തനിക്ക് അതേ പൂർണ്ണമായ പ്രാവീണ്യമുണ്ട്. അതേ അനന്തമായ മുൻകൂട്ടി കണക്കാക്കലുകളുമുണ്ട്. അവൻ മാറ്റമില്ലാത്തവനാണ്. തൻ്റെ നാമം അനുഗ്രഹിക്കപ്പെട്ടത്. അവൻ തൻ്റെ നീതിയിൽ മാറ്റമില്ലാത്തവനാണ്. അവൻ മുമ്പ് നീതിയുള്ളവനും വിശുദ്ധനുമായിരുന്നു. ഇപ്പോഴും നീതിയുള്ളവനും വിശുദ്ധനുമാണ്. അവൻ തൻ്റെ സത്യത്തിൽ മാറ്റമില്ലാത്തവനാണ്. അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെങ്കിൽ അത് അവൻ നിറവേറാൻ ഇടയാക്കും. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാകും. അവൻ്റെ സ്വഭാവത്തിലുള്ള നന്മയിലും മഹാമനസ്കതയിലും ഉദാരതയിലും മാറുന്നില്ല. ഒരു കാലത്ത് പരമപിതാവായിരുന്നവൻ സർവശക്തനായ സ്വേച്ഛാധിപതിയായി മാറിയിട്ടില്ല.
പക്ഷേ അവൻ്റെ ശക്തിയുള്ള സ്നേഹം നമ്മുടെ അനീതിയുടെ കൊടുങ്കാറ്റുകളിൽ പോലും അചഞ്ചലമായി നിലകൊള്ളുന്ന കട്ടിയുള്ള പാറയെപ്പോലെയാണ്. അവിടുത്തെ മനോഹരമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ മാറ്റമില്ലാത്തവനാകുന്നു. അവിടുന്ന് ആദ്യമായി നിയമം എഴുതിയപ്പോൾ തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൽ അവിടുത്തെ ഹൃദയം നിറഞ്ഞിരുന്നു. ആ സന്ധി ഉറപ്പിക്കുവാൻ അവിടുത്തെ പുത്രൻ മരിക്കേണ്ടതുണ്ടെന്ന് അവിടുന്ന് അറിയാമായിരുന്നു. അവിടുന്ന് ഏറ്റവും പ്രിയപ്പെട്ടവനെ സ്വന്തം ഉള്ളിൽ നിന്ന് വേർപെടുത്തി അവനെ രക്തം ചീന്തി മരിക്കേണ്ടതിന് ഭൂമിയിലേക്ക് അയക്കണമെന്ന് നന്നായി അറിയുന്നവനായിരുന്നു. എന്നിരുന്നാലും ആ മഹത്തായ നിയമത്തിൽ ഒപ്പുവെക്കുവാൻ അവിടുന്ന് മടിക്കുകയോ അതിൻ്റെ നിറവേറൽ ഒഴിവാക്കുകയോ ചെയ്തില്ല. അന്ന് എത്രത്തോളം സ്നേഹിച്ചോ ഇപ്പോഴും അത്രത്തോളം സ്നേഹിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നത് നിർത്തിയാലും ചന്ദ്രൻ തൻ്റെ മങ്ങിയ വെളിച്ചം കാണിക്കുന്നത് അവസാനിപ്പിച്ചാലും അവിടുന്ന് എന്നും എന്നേക്കും സ്നേഹിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം എടുക്കൂ, ഞാൻ അതിന്മേൽ സെമ്പർ ഐഡം എന്ന് എഴുതും. എപ്പോഴും അതേപോലെയാണ്. ദൈവത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാലും അതിനെക്കുറിച്ച് ഭൂതകാലത്തിലെ ഇരുളിലും അതേപോലെ തന്നെ പറയാം. ഭാവിയുടെ പ്രകാശത്തിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെയാണ്. അതൊരിക്കലും മാറില്ല. യഹോവയായ ഞാൻ മാറാത്തവൻ. 3. വീണ്ടും ദൈവം തൻ്റെ പദ്ധതികളിൽ മാറ്റം വരുത്തുന്നില്ല. ഒരു മനുഷ്യൻ കെട്ടിടം കെട്ടിത്തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ തൻ്റെ പദ്ധതി മാറ്റി. ജ്ഞാനമുള്ള മനുഷ്യൻ ചില അവസരങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അവൻ ചെറുതായ ഒരു അടിസ്ഥാനത്തിന്മേൽ പണിതു, പിന്നെയും ആരംഭിച്ചു. എന്നാൽ ദൈവം കെട്ടിത്തുടങ്ങിയിട്ടും പൂർത്തിയാക്കാനായില്ല എന്ന് ഒരിക്കലെങ്കിലും പറയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ ആജ്ഞയിൽ പരിധിയില്ലാത്ത വിഭവങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവൻ്റെ വലതുകൈയാൽ പ്രഭാത മഞ്ഞുതുള്ളികൾ പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ അവൻ ശക്തിയില്ലാത്തതിനാൽ അവന് താമസമുണ്ടാകുമോ? അവന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമോ? അവൻ്റെ പദ്ധതിയെ മാറ്റുകയോ അട്ടിമറിക്കുകയോ ചെയ്യുമോ? പക്ഷേ ചിലർ പറയും, ദൈവത്തിന് ഒരിക്കലും ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. എന്താ, നിങ്ങൾ ദൈവത്തെ നിങ്ങളെക്കാൾ മൂഢനായി കരുതുന്നുവോ? നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു പദ്ധതി ഇല്ലാതെ മുന്നോട്ട് പോകുമോ? ഇല്ല. നിങ്ങൾ പറയും, എനിക്ക് എല്ലായ്പ്പോഴും ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ദൈവത്തിനുമുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ദൈവത്തിനുമുണ്ട്. ദൈവം ഒരു വിദഗ്ധനാണ്. അവൻ എല്ലാം ചെയ്യുന്നതിന് മുന്നേ തൻ്റെ പ്രതിഭാപരമായ ചിന്തയിലൂടെ ക്രമീകരിച്ചു, നിർണയിച്ചു. ഒരു കാര്യത്തിൽ തീരുമാനിച്ചാൽ ശ്രദ്ധിക്കൂ, അവൻ ഒരിക്കലും അതിനെ മാറ്റുകയില്ല. ദൈവം പറയുന്നു, ഇത് നടക്കും. അതിൻ്റെ ശക്തമായ വിധി നടക്കാൻ പോകുന്നതായി അതിനെ രേഖപ്പെടുത്തുന്നു. ഇതാണ് എൻ്റെ ഉദ്ദേശം, അത് നിലനിൽക്കും. ഭൂമിയിലും നരകത്തിലും അതിനെ മാറ്റാൻ കഴിയുകയില്ല. ഇതാണ് എൻ്റെ കൽപ്പന, അവൻ പറയുന്നു. അതിനെ ദൂതന്മാരോ വിളംബരം ചെയ്യുന്നു. അതിനെ സ്വർഗത്തിൻ്റെ വാതിലിൽ നിന്ന് കീറിക്കളയാനായി പിശാചുക്കൾ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾക്കതിനെ മാറ്റുവാനാകില്ല, അത് നിർവഹിക്കപ്പെടും. ദൈവം തൻ്റെ പദ്ധതികളെ മാറ്റുകയില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? അവൻ സർവശക്തനാണ്. അതിനാൽ അവന് തൻ്റെ ഇച്ഛാപ്രകാരം പ്രവർത്തിക്കാം. എന്തിന് മാറ്റം വരുത്തണം? അവൻ സർവജ്ഞാനിയാണ്. അതിനാൽ തെറ്റായൊരു പദ്ധതി ആലോചിക്കുകയില്ല. എന്തിന് മാറ്റം വരുത്തണം? അവൻ നിത്യദൈവമാണ്. അതിനാൽ തൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപ് മരിച്ചു പോകുകയില്ല. എന്തിനാണ് മാറ്റം വരേണ്ടത്? വിലയില്ലാത്ത അസ്തിത്വമുള്ള അണുക്കൾ, ക്ഷണിക നേരത്തേക്ക് മാത്രമുള്ളവർ, ക്ഷണികമായ ഒരു ദിവസത്തേക്ക് പാറിപ്പോകുന്ന ജീവികളെ. നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളെ മാറ്റിയേക്കാം, എന്നാൽ അവൻ ഒരിക്കലും തൻ്റെ പദ്ധതികളെ മാറ്റുകയില്ല. എങ്കിൽ ദൈവം എന്നോട് തൻ്റെ പദ്ധതിയിൽ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ സുരക്ഷിതൻ. അവൻ്റെ ഉള്ളം കൈയിലെ എൻ്റെ പേര് നിത്യതയെയും മായ്ച്ചു കളയാൻ കഴിയുകയില്ല. അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പതിഞ്ഞിരിക്കുന്നു, അനശ്വരമായ കൃപയുടെ മുദ്രകളായി. 4. വീണ്ടും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ മാറ്റമില്ലാത്തവനാണ്. ആഹാ, ദൈവത്തിൻ്റെ മനോഹരമായ വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ അവയിൽ ഒന്നെങ്കിലും മാറ്റപ്പെടുമെന്ന് കരുതിയാൽ നമുക്ക് പിന്നെ അവയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനാകില്ല. ഇംഗ്ലണ്ട് ബാങ്കിൻ്റെ നോട്ടുകൾ അടുത്ത ആഴ്ച നിക്ഷേപിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയാൽ അവ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുകയില്ല. അതിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും നിറവേറില്ലെന്ന് എനിക്ക് തോന്നിയാൽ, ദൈവത്തിന് തൻ്റെ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കുറച്ച് വാക്കുകൾ മാറ്റുന്നത് ശരിയാണെന്ന് തോന്നിയാൽ തിരുവെഴുത്തുകൾക്ക് വിടാം. എനിക്ക് മാറ്റപ്പെടാത്ത വസ്തുക്കൾ വേണം. എന്നാൽ ഞാൻ ബൈബിളിലേക്ക് തിരിയുമ്പോൾ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളുണ്ട്. കാരണം രണ്ടും മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. ദൈവത്തിന് കള്ളം പറയുവാനായിട്ട് കഴിയുകയില്ല. അവൻ തൻ്റെ ഓരോ വാഗ്ദാനത്തെയും ഒപ്പുവെച്ചിരിക്കുന്നു, സ്ഥിരീകരിച്ചിരിക്കുന്നു, മുദ്ര വച്ചിരിക്കുന്നു. സുവിശേഷം അതെ ഇല്ല എന്നതല്ല. അത് ഇന്നലെ വാഗ്ദാനം ചെയ്യുകയും നാളെ നിഷേധിക്കുകയും ചെയ്യുന്നതല്ല. എന്നാൽ സുവിശേഷം ദൈവത്തിൻ്റെ മഹത്വത്തിനായി അതെ അതെ എന്നതാണ്. വിശ്വാസിയെ, നീ ഇന്നലെ ലഭിച്ച മനോഹരമായ വാഗ്ദാനം ഇന്ന് രാവിലെ ബൈബിളിൽ വായിക്കുമ്പോൾ അതിന് മാധുര്യം തോന്നിയില്ല. അതെന്തുകൊണ്ടാണ് എന്ന് അറിയാമോ? വാഗ്ദാനം മാറിയെന്നാണോ നീ കരുതുന്നത്?
അയ്യോ അല്ല, നീ തന്നെയാണ് മാറിയത്. അതാണ് കാര്യം. നീ സോദോം മുന്തിരിപ്പഴങ്ങൾ കഴിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ വായിൻ്റെ രുചി മാറ്റപ്പെട്ടു. അതിനാലാണ് നീ അതിൻ്റെ മാധുര്യത്വം അനുഭവിക്കാതിരുന്നത്. എന്നാൽ അവിടെ ഇപ്പോഴും അതേ തേനുണ്ട്. അതിൽ ആശ്രയിക്കൂ. അതേ അമൂല്യത ഇപ്പോഴുമുണ്ട്. ഓ, ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ വീട് ചില ഉറച്ച വാഗ്ദാനത്തിന്മേൽ പണിതിരുന്നു. ഒരു കാറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, ഞാൻ ചിതറിപ്പോകുന്നു, ഞാൻ നഷ്ടപ്പെടും. ഇല്ല, വാഗ്ദാനങ്ങൾ ചിതറിപ്പോയില്ല, അടിസ്ഥാനങ്ങൾ നീങ്ങിപ്പോയില്ല. നീ പണിതിരുന്ന ചെറുതായ മരം പുല്ല് കൊണ്ട് നിർമ്മിച്ച കുടിലാണ് ചിതറിപ്പോയത്. നീ പാറയിൽ കാറ്റ് അനുഭവിക്കാം, പക്ഷേ പാറ കുലുങ്ങുകയില്ല. എന്നാൽ ലോകത്തിൽ നല്ലതായി ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ പറയാം. ഒരു വ്യക്തി ഒരിക്കൽ ഒരു കറുത്ത വർഗ്ഗക്കാരനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എപ്പോഴും ദൈവത്തിൽ സന്തോഷവാനാകുന്നു, എന്നാൽ ഞാൻ പലപ്പോഴും വിഷാദത്തിലാണ്. അതെന്താണെന്നോ? അവൻ പറഞ്ഞു, ഞാൻ വാഗ്ദാനത്തിന്മേൽ കിടക്കുന്നു. അവിടെയാണ് ഞാൻ കിടക്കുന്നത്. നീ വാഗ്ദാനത്തിന് മേൽ നിൽക്കുന്നു. നിനക്ക് അതിൽ ഒരു കുറച്ച് പങ്കുണ്ട്. അതിനാൽ കാറ്റ് വന്നാൽ നീ താഴെ വീഴും. പിന്നെ നീ വിലപിക്കും, ഓ ഞാൻ താഴെ വീണു. എന്നാൽ ഞാൻ നേരെ വാഗ്ദാനത്തിന് മേൽ കിടക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഴ്ചയുടെ പേടിയില്ലാത്തത്. അതുകൊണ്ട് നാം എന്ന് പറയട്ടെ, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമുണ്ട്, അവിടുത്തെ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുക. ഞാൻ വാഗ്ദാനത്തിന് മേൽ നേരെ കിടക്കുന്നു. നിൽക്കേണ്ടതില്ല, അവിടേക്കാണ് നീ പോകേണ്ടത്. വാഗ്ദാനത്തിന് മേൽ കമിഴ്ന്നു വീഴുക. ഓർമ്മിക്കുക, ഓരോ വാഗ്ദാനവും ഓരോ പാറയാണ്, ഒരു മാറ്റമില്ലാത്ത വസ്തുവാണ്. അതിനാൽ അവിടുത്തെ കാൽക്കൽ വീഴുക, അവിടെ എക്കാലത്തേക്കും വിശ്രമിക്കൂ. 5. പക്ഷേ ഇപ്പോൾ ഈ ഹൃദ്യമായ വിഷയത്തെ കളങ്കിതമാക്കുന്ന ഒരു ശബ്ദമുയർന്നു. ചിലർക്ക് വേണ്ടി ദൈവം തൻ്റെ അപായ മുന്നറിയിപ്പുകളിലും അചഞ്ചലനാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും സ്ഥിരമായി നിൽക്കുന്നുവെങ്കിൽ, ഉടമ്പടി നിയമത്തിലെ എല്ലാ ആണയും നിറവേറപ്പെടുന്നുവെങ്കിൽ, ആകയാൽ പാപിയെ, ഈ വാക്കു ശ്രദ്ധിക്കുക. നിന്റെ ജഡത്തിൻ്റെ ആശകളുടെ മരണമണി കേൾക്കുക. നിന്റെ ജഡീക ആശ്രയത്തിൻ്റെ ശവസംസ്കാരം കാണുക. ദൈവത്തിൻ്റെ എല്ലാ ഭീഷണികളും എല്ലാ വാഗ്ദാനങ്ങളെന്ന പോലെ നിറവേറപ്പെടും. ദൈവത്തിൻ്റെ വിധികളെക്കുറിച്ച് സംസാരിക്കണോ? ഞാൻ നിനക്ക് ഒരെണ്ണം പറയാം. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് ഒരു അചഞ്ചലമായ നിയമം, ഒരിക്കലും മാറ്റാത്ത വിധിയാണ്. നീ എത്ര നല്ലവനായാലും, എത്ര ന്യായവാനായാലും, എത്ര സത്യസന്ധനായാലും, എത്ര നീതിയുള്ളവനായി നടന്നാലും അവിടെയുണ്ട് ഈ മാറ്റാനാകാത്ത അപായ മുന്നറിയിപ്പ്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. മാനവികതയെ ആശ്രയിക്കുന്നവനെ, നീ എന്തു പറയുന്നു? നിനക്കിത് മാറ്റി ഇങ്ങനെ പറയാനാണോ നീ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ ജീവിതം നയിക്കാത്ത എല്ലാവരും ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാകണമെന്നാണോ? അത് സത്യമാണ്, പക്ഷേ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നത് വിശ്വസിക്കാത്തവൻ എന്നാകുന്നു. ഇതാണ് ആ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നത്. അതിനെ നിനക്ക് മാറ്റാൻ കഴിയുകയില്ല. വിശ്വസിക്കുക, അല്ലെങ്കിൽ ശിക്ഷാവിധി. ബൈബിൾ പറയുന്നത് സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ അപായ മുന്നറിയിപ്പ് ദൈവത്തെ പോലെ തന്നെ അചഞ്ചലമാണ്. നരകയാതനയുടെ 1000 വർഷങ്ങൾ കഴിഞ്ഞാലും നീ ഉയർന്നു നോക്കുമ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന തീ കൊണ്ടെഴുതിയ അക്ഷരങ്ങളാൽ ഈ വാക്ക് കാണും: വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നാൽ കർത്താവേ, ഞാൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവിടെ അതേപോലെ എഴുതിയിരിക്കും, അകപ്പെടും. 1,00,000 വർഷങ്ങൾ കഴിഞ്ഞാലും നിന്റെ വേദനയിലും പീഡനങ്ങളും തകർന്നിരിക്കുമ്പോൾ നീ വീണ്ടും നോക്കുമ്പോൾ അതേ വാക്കുകൾ കാണും: ശിക്ഷാവിധിയിൽ അകപ്പെടും. അചഞ്ചലമായി, മാറ്റമില്ലാതെ. നീ കരുതും, എത്രയോ കാലമായി, ഇന്നിത് അവസാനിക്കുമോ? എന്നിട്ടും അതേ വാക്കുകൾ തന്നെ: ശിക്ഷാവിധിയിൽ അകപ്പെടും. ഹാ, ഭയാനകമായ ചിന്ത! ഇതെങ്ങനെയാകും ഞാൻ ഉച്ചരിക്കാൻ ധൈര്യപ്പെടുക? പക്ഷേ പറയേണ്ടതുണ്ട്. നീയും ഈ പീഡസ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ നിന്നെ ഞാൻ അറിയിക്കേണ്ടതാണ്. നീ കഠിനമായ വാക്കുകൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സുവിശേഷം ഒരു കഠിനമായ സത്യമല്ല, എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കഠിനമാണ്. സീനായി പർവ്വതം ഭയാനകമാണ്. പാപികൾക്ക് മുന്നറിയിപ്പ് നൽകാത്ത കാവൽക്കാരന് അയ്യോ കഷ്ടം. തൻ്റെ അപായ മുന്നറിയിപ്പുകളിൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. പാപിയെ, ജാഗ്രതയോടെ ഇരിക്കുക. ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമായ കാര്യമാണ്. 6. നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചിന്ത കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത്, ദൈവത്തിൻ്റെ സ്നേഹിക്കപ്പെടുന്ന വസ്തുക്കളോടുള്ള സ്നേഹവും മാറ്റമില്ലാത്തതാണ്. ഒരിക്കലെങ്കിലും സംഭവിക്കുമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആടുകൾ വഴിതെറ്റുമെങ്കിൽ, എൻ്റെ ദുർബലവും ചഞ്ചലവുമായ ആത്മാവ് ഒരു ദിവസത്തിൽ 1000 പ്രാവശ്യം വീണു പോകുമായിരുന്നു. ഒരു ദൈവിക വിശുദ്ധനെങ്കിലും നശിച്ചു പോവുകയാണെങ്കിൽ എല്ലാവരും നശിച്ചു പോകും. ഉടമ്പടി നിയമത്തിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ പിന്നെ എല്ലാവരും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷ വാഗ്ദാനവും സത്യമായിരിക്കുകയില്ല. ബൈബിൾ ഒരു കള്ളവും അതിലെനിക്ക് സ്വീകരിക്കത്തക്ക ഒന്നും ഉണ്ടാവുകയുമില്ല. ദൈവത്തിൻ്റെ ഒരു വിശുദ്ധൻ അവസാനമായി വീണു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാനൊരു അവിശ്വാസിയായിരിക്കും.
ദൈവം എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചുവെങ്കിൽ അവൻ എന്നെ എന്നേക്കുമായി സ്നേഹിക്കും. എൻ്റെ മേൽ യേശു ഒരിക്കലെങ്കിലും പ്രകാശിച്ചുവെങ്കിൽ അവൻ എന്നേക്കും എൻ്റേതാകുന്നു. നിത്യസ്നേഹത്തിൻ്റെ ഉദ്ദേശവസ്തുക്കൾ ഒരിക്കലും മാറില്ല. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയെക്കുറിച്ചുള്ള ചിന്തയെ വിപുലീകരിക്കുന്നതിൽ ഞാൻ വളരെയധികം സമയം ചെലവഴിച്ചിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ ദൈവം മാറ്റമില്ലാത്തവനാണ് എന്ന് തെളിയിക്കുവാൻ ചില വാദങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കാം. 1. ഞാൻ വാദങ്ങൾ തെളിയിക്കുന്ന പ്രഭാഷകനല്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു വാദമാണ്, ദൈവത്തിൻ്റെ അസ്തിത്വവും ദൈവത്തിൻ്റെ ഉണ്മയും തന്നെ അവൻ്റെ മാറ്റമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഒരു ദൈവമുണ്ട്. ഈ ദൈവം എല്ലാം ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ദൈവം ലോകത്തെ നിർമ്മിക്കുകയും അതിനെ താങ്ങി നിർത്തുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവൻ എങ്ങനെയുള്ള ഒരു മൂർത്തിയായിരിക്കണം? എനിക്ക് തോന്നുന്നത് ഒരു മാറ്റപ്പെടുന്ന ദൈവത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാറ്റപ്പെടുന്ന ദൈവത്തെ ചിന്തിക്കുന്നത് സാധാരണ ബുദ്ധിക്ക് എതിർപ്പുള്ളതാകുന്നു എന്നതാണ്. നിങ്ങൾ ഒരു നിമിഷം മാറ്റപ്പെടുന്ന ദൈവത്തെ ചിന്തിച്ചാൽ ആ വാക്കുകൾ തമ്മിൽ വൈരുദ്ധ്യം തോന്നും. കൂടാതെ നിങ്ങൾക്ക് പറയേണ്ടി വരും, അവനൊരു മനുഷ്യനെ പോലെയാണ്. കൂടാതെ നിങ്ങൾക്കൊരു മോർമോൺ ദൈവസങ്കല്പം പോലെ ഒന്നാണ് കിട്ടുക. ഒരു മാറ്റപ്പെടുന്ന ദൈവത്തെ ചിന്തിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ്. മറ്റു ചിലർക്ക് അത് ചിന്തിക്കാനാവുമെങ്കിലും എനിക്കതിന് കഴിയുകയില്ല. ഒരു മാറ്റപ്പെടുന്ന ദൈവത്തെ ചിന്തിക്കുന്നതിലും ഒരു വൃത്താകൃതിയുള്ള ചതുരം ചിന്തിക്കുന്നതിലും വ്യത്യാസമില്ല. എത്രത്തോളം വൈരുദ്ധ്യമാണിത്! ദൈവം മുൻ എന്നൊരിക്കലും ഞാൻ പറയുമ്പോൾ ഒരു മാറ്റമില്ലാത്ത മൂർത്തിയെ ഉൾപ്പെടുത്താതെ ആ ആലോചന പൂർത്തിയാകില്ല. 2. ഒരു വാദം മതിയായതാണ്. പക്ഷേ മറ്റൊരു നല്ല വാദം ദൈവത്തിൻ്റെ പരിപൂർണതയിലൂടെയാണ്. ദൈവം ഒരു പരിപൂർണ സത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവൻ പരിപൂർണനാണെങ്കിൽ അവൻ മാറാനാകില്ല. നിങ്ങൾക്കിത് കാണാനാകുന്നില്ലേ? ചിന്തിക്കുക, ഞാൻ ഇന്ന് പരിപൂർണനാണ്. എനിക്ക് മാറാനാകുമെങ്കിൽ ഞാൻ നാളെ മാറ്റത്തിന് ശേഷം പരിപൂർണനാകുമോ? മാറ്റം സംഭവിച്ചാൽ ഞാൻ നല്ല അവസ്ഥയിൽ നിന്ന് മികച്ചതിലേക്ക് മാറണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ പരിപൂർണനല്ല. അല്ലെങ്കിൽ മികച്ച അവസ്ഥയിൽ നിന്ന് മോശമാകണം. അങ്ങനെയെങ്കിൽ ഞാൻ അപ്പോൾ പരിപൂർണനല്ല. ഞാൻ പരിപൂർണനാണെങ്കിൽ മാറ്റം സംഭവിച്ചാൽ ഞാൻ അപരിപൂർണനായിത്തീരും. ഞാൻ ഇന്ന് പരിപൂർണനാണെങ്കിൽ നാളെയും അതേ നിലയിൽ തന്നെ തുടരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇന്നും പരിപൂർണനാകൂ. അതിനാൽ ദൈവം പരിപൂർണനാണെങ്കിൽ അവൻ അതേ നിലയിൽ തുടരും, അല്ലാതെ മാറുകയില്ല. കാരണം മാറ്റം നിലവിലെ അപരിപൂർണതയോ ഭാവിയിലെ അപരിപൂർണതയോ സൂചിപ്പിക്കുന്നതാണ്. 3. ഇതിനു പുറമെ ദൈവത്തിൻ്റെ അനന്തത എന്ന സത്യവും മാറ്റം അസാധ്യമാക്കുന്നു. ദൈവം അനന്തമാണ്. അതിനർത്ഥം എന്താണ്? ഒരു അനന്തമൂർത്തിയെ ആർക്കും വ്യക്തമായി വിശദീകരിക്കാനാവില്ല. പക്ഷേ 2 അനന്തതകൾ ഒരുമിച്ച് നിലനിൽക്കാനാകില്ല. ഒരു കാര്യം അനന്തമാണെങ്കിൽ മറ്റതിന് സ്ഥലമുണ്ടാകുകയില്ല. കാരണം അനന്തം എന്നതിൻ്റെ അർത്ഥം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതിന് പരിധിയില്ല, അതിന് അന്ത്യമില്ല. 2 അനന്തത ഉണ്ടാകാൻ കഴിയുകയില്ല. ദൈവം ഇന്നും അനന്തനാണെങ്കിൽ പിന്നീട് മാറ്റം സംഭവിക്കുകയും നാളെ അനന്തൻ ആകുമെങ്കിൽ 2 അനന്തതകൾ ഉണ്ടാകും. എന്നാൽ അതിന് കഴിയുകയില്ല. അവൻ അനന്തൻ ആയിരിക്കുകയും മാറുകയും ചെയ്യുമെങ്കിൽ അവൻ നിശ്ചയം പരിമിതനാകണം. അതിനാൽ ദൈവമായിരിക്കാനാകുകയില്ല. അവൻ ഇന്നും പരിമിതൻ, നാളെയും പരിമിതനായിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് അനന്തൻ, നാളെ പരിമിതനായിരിക്കണം. അല്ലെങ്കിൽ ഇന്നും പരിമിതൻ, നാളെ അനന്തൻ ആയിരിക്കണം. ഇവയെല്ലാം ഒരുപോലെ അപ്രാപ്യമാണ്. ഒരു അനന്ത സത്തയായിരിക്കുകയാണ് അവനെ മാറ്റമില്ലാത്തവനാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. അനന്തതയുടെ മുഖത്തു തന്നെ അതിൻ്റെ അത്യന്തമായ മാറ്റമില്ലായ്മ എന്നെഴുതിയിരിക്കുന്നു. 4. പക്ഷേ പ്രിയരെ, നാം പഴയ കാലത്തേക്ക് നോക്കിയാൽ അവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ എന്ന സ്വഭാവത്തിൻ്റെ ചില തെളിവുകൾ നാം കണ്ടെത്താം. അവിടുന്ന് കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അവിടുന്ന് അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? യഹോവയെക്കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയില്ല. എൻ്റെ എല്ലാ ആലോചനയും നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമെല്ലാം അനുഷ്ഠിക്കും. നിങ്ങൾ ഫിലിസ്ത്യയിലേക്ക് തിരിയൂ, അവൾ എവിടെയാണെന്ന് ചോദിക്കൂ. ദൈവം പറഞ്ഞു, ആ അശ്ദോദെ നിലവിളിക്കൂ, ഗസയുടെ വാതിലുകളെ നിങ്ങൾ വീഴും. അവർ ഇപ്പോൾ എവിടെയാണ്? ഏദോം എവിടെയാണ്? പെട്രയെയും അതിൻ്റെ നശിച്ചുപോയ മതിലുകളെയും ചോദിക്കൂ. അവർ ദൈവം അരുളി ചെയ്തതിൻ്റെ പ്രതിധ്വനി മുഴക്കുകയില്ലേ? ഏദോം പിടിക്കപ്പെടും, നശിച്ചുപോകും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ബാബേൽ എവിടെയാണ്? നിനവെ എവിടെയാണ്? മോവാബ് എവിടെയാണ്? ആമോൻ എവിടെയാണ്? ദൈവം നശിപ്പിക്കുമെന്ന് അരുളി ചെയ്ത രാഷ്ട്രങ്ങൾ എവിടെയാണ്? അവൻ അവയെ വേരോടെ പിഴുതെറിഞ്ഞ് ഭൂമിയിൽ അവയുടെ ഓർമ്മ തന്നെയും ഇല്ലാതാക്കിയിട്ടില്ലയോ? എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ? ഒരിക്കലെങ്കിലും അദ്ദേഹം തൻ്റെ വാഗ്ദാനം മറന്നിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും തൻ്റെ സത്യവും നിയമവും ലംഘിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും തൻ്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ ദൈവം മാറിയ ഒരു ഉദാഹരണം നിങ്ങൾ കാണിക്കൂ.
കഴിയില്ല. കാരണം ചരിത്രമൊട്ടാകെ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ: ദൈവം തൻ്റെ ഉദ്ദേശങ്ങളിൽ മാറ്റമില്ലാത്തവനായി നിലകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരാളുടെ ശബ്ദം കേൾക്കുന്നു എന്ന് തോന്നുന്നു. ഞാനൊരു തിരുവെഴുത്തുകളിൽ ദൈവം മാറിയ ഒരു സംഭവം ഓർമ്മയുണ്ട്. ഒരിക്കൽ ഞാൻ അതുപോലെ ചിന്തിച്ചിരുന്നു. അതായത് ഹിസ്കിയാവിൻ്റെ മരണം സംബന്ധിച്ച സംഭവമാണ്. യെശയ്യാവിന് അകത്തു വന്ന് പറഞ്ഞു: ഹിസ്കിയാവേ, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ജീവിച്ചിരിക്കുകയില്ല. അദ്ദേഹം മുഖം മതിലിലേക്ക് തിരിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങുകയും യെശയ്യാവ് പുറത്തേക്ക് പോകും മുമ്പേ ദൈവം അദ്ദേഹത്തോട് തിരികെ പോകാൻ അരുളി ചെയ്യുകയും നീ ഇനിയും 15 വർഷം ജീവിക്കും എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ കരുതിയേക്കാം, ഇതൊക്കെയും ദൈവം മാറിയതിൻ്റെ തെളിവല്ലേ? എന്നാൽ ഞാൻ അതിൽ ദൈവം മാറിയതായി ഒരു തെളിവുമില്ലെന്ന് കാണുന്നു. ദൈവം അതിനെക്കുറിച്ച് അറിയാതിരുന്നുവെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ദൈവത്തിന് അതറിയാമായിരുന്നു. ദൈവം ഹിസ്കിയാവ് ജീവിക്കുമെന്ന് നേരത്തെ അറിയുമായിരുന്നു. അപ്പോൾ ദൈവം മാറിയില്ല. കാരണം അതറിയാവുന്ന ദൈവം എങ്ങനെ മാറും? അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ അപ്പോൾ ജനിച്ചിട്ടില്ലായിരുന്നു. ഹിസ്കിയാവിൻ്റെ മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ മനശ്ശെ ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ യോശിയാവും ക്രിസ്തുവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ക്രിസ്തു ആ വംശാവലിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ മനശ്ശെ തൻ്റെ പിതാവ് മരിച്ചപ്പോൾ 12 വയസ്സായിരുന്നതായി കാണും. അതിനർത്ഥം അവൻ ഹിസ്കിയാവിൻ്റെ രോഗശാന്തിക്ക് 3-ാം വർഷം ജനിച്ചതാകണം. ദൈവം മനശ്ശെയുടെ ജനനം നിശ്ചയിച്ചിരുന്നതായും അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നതായും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ ദൈവം യെശയ്യാവിനെ അയച്ച് നിന്റെ രോഗം അതിരൂക്ഷമാണ്, നീ മരിക്കുമെന്ന് പറയിപ്പിക്കുകയും അതേസമയം ഞാൻ നിന്നെ സുഖപ്പെടുത്തി ജീവിപ്പിക്കും എന്ന് പറയിപ്പിക്കുകയും ചെയ്തു. ദൈവം അവയെല്ലാം ഹിസ്കിയാവിനെ പ്രാർത്ഥനയിലേക്ക് പ്രേരിപ്പിക്കുന്നതിനായി അരുളി ചെയ്തു. ആദ്യം ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ പറഞ്ഞു: എല്ലാ മനുഷ്യ സാധ്യതകളാലും നിന്റെ രോഗം മാറുകില്ല, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് താൻ ഹിസ്കിയാവെ പ്രാർത്ഥിക്കുന്നതിനായി കാത്തുനിന്നു. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടപ്പോൾ അവൻ്റെ വാക്കിന് അവസാനം ചെറിയൊരു പക്ഷേ ഉണ്ടായി. യെശയ്യാ തൻ്റെ വാക്ക് അവസാനിപ്പിച്ചിരുന്നില്ല. ആദ്യം പറഞ്ഞത്: നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, കാരണം മനുഷ്യശക്തിയാൽ ഇതിനൊരു ചികിത്സയില്ല. പക്ഷേ അതിനുശേഷം ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്കായി കാത്തിരുന്നു. എന്നിട്ട് അവൻ വീണ്ടും തിരിച്ചു വന്ന് പറഞ്ഞത്: പക്ഷേ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇവിടെ ഒരു വിരോധാഭാസമുണ്ടോ? ദൈവത്തെ എതിരാളിയായും ദൈവത്തെ മാറുന്നവനായി കാണാൻ ആഗ്രഹിക്കുന്നവരുമായ ചിലരുടെ മനസ്സിലല്ലാതെ യാതൊരു വിരോധാഭാസവുമില്ല. 2. ഇപ്പോൾ രണ്ടാമതായി, ഈ മാറ്റമില്ലാത്ത ദൈവം ആർക്കെല്ലാം പ്രയോജനകരമാണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു വാക്ക് പറയട്ടെ. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാർ ആരാണ്? ആർക്കാണ് ഈ മാറ്റമില്ലാത്ത ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത്? 1. ആദ്യമായി അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്തവരാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദുഷിച്ചിരിക്കുന്നു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന്. യാക്കോബിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടവരാകുന്നു. സർവാധികാരപരമായ കൃപ മൂലം വിശ്വസിച്ചവരാണ് അവർ. മുൻ നിയമനപ്രകാരം കൃപയും മഹത്വവും പ്രാപിക്കുന്നവർ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്തവരെയാണ് യാക്കോബിൻ്റെ പുത്രന്മാർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം നിത്യരക്ഷയ്ക്കായി മുന്നറിഞ്ഞവരും മുൻ നിയമിച്ചവരും ആണ്. 2. യാക്കോബിൻ്റെ പുത്രന്മാർ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം പ്രത്യേക അവകാശങ്ങളും പദവികളും ആസ്വദിക്കുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനനത്തിൽ യാക്കോബിന് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ അവ പിന്നീട് സ്വന്തമാക്കി. അവൻ തൻ്റെ സഹോദരനായ ഏശാവുമായി ഒരു പായസം വിനിമയം ചെയ്ത് ജ്യേഷ്ഠാവകാശം നേടി. ഞാൻ അതിൻ്റെ മാർഗം ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവൻ അനുഗ്രഹവും അതുവഴി തൻ്റെ പ്രത്യേക അവകാശങ്ങളും കരസ്ഥമാക്കി. അവിടെ യാക്കോബിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് പ്രത്യേക അവകാശങ്ങളും പദവികളും ഉള്ളവരെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പുത്രന്മാർ ആകുവാനുള്ള അവകാശവും ശക്തിയും അവൻ നൽകുന്നു. അവർക്ക് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ പങ്കുണ്ട്. അവർക്ക് വാതിലുകളിൽ കൂടി കടന്ന് നഗരത്തിൽ ചെല്ലുവാനുള്ള അവകാശമുണ്ട്. നിത്യമായ ബഹുമതികൾക്കായുള്ള ഒരു പദവി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നിത്യമഹത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. യാക്കോബിൻ്റെ പുത്രന്മാർ എന്നുള്ളതിന് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട്. 3. അടുത്തതായി, യാക്കോബിൻ്റെ പുത്രന്മാർ വിശേഷപ്പെട്ട വെളിപ്പാടുകൾ പ്രാപിച്ച പുരുഷന്മാരായിരുന്നു. യാക്കോബിന് തൻ്റെ ദൈവത്തിൽ നിന്ന് വ്യക്തിഗതമായ വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിനാൽ അവൻ വളരെ ബഹുമാനിക്കപ്പെട്ടു. ഒരിക്കൽ ഒരു രാത്രിയിൽ കുറ്റിച്ചെടികൾ അവൻ്റെ മറശ്ശീലകളായി, ആകാശം അവൻ്റെ മേൽക്കൂരയായി, കല്ല് അവൻ്റെ തലയണയായി, ഭൂമി അവൻ്റെ മെത്തയായി അവൻ കിടന്നുറങ്ങുമ്പോൾ
അപ്പോൾ അവനൊരു വിശേഷപ്പെട്ട വെളിപ്പാട് ലഭിച്ചു. അവനൊരു ഗോവേണി കണ്ടു. അതിലൂടെ ദൈവദൂതന്മാർ കയറി ചെല്ലുകയും ഇറങ്ങി വരികയും ചെയ്തു. അതായത് തനിക്ക് ക്രിസ്തുയേശുവിൻ്റെ ഒരു വെളിപ്പാട് ലഭിച്ചു. ഭൂമി മുതൽ സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവേണി. നമുക്കായി കൃപകളാൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. മഹനീമിൽ ദൈവദൂതന്മാർ അവനെ സമീപിച്ച വെളിപ്പാട് എത്ര വലുതായിരുന്നു! പിന്നീട് പെനിയേലിൽ വെച്ച് അവിടെ അവൻ ദൈവത്തോട് പോരാടുകയും ദൈവത്തെ മുഖാമുഖമായി ദർശിക്കുകയും ചെയ്തു. അതിനൊക്കെയും അത്യപൂർവമായ വെളിപ്പാടുകളായിരുന്നു. യാക്കോബിനെ പോലെ വിശേഷമായ വെളിപ്പാടുകൾ പ്രാപിച്ചവരെയാണ് ഈ വാക്യം ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് വ്യക്തിപരമായ വെളിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്? അതൊരു ആവേശമാണ്, അല്ലെങ്കിൽ അതൊരു ഭ്രമമാണ് എന്ന് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ അതൊരു അനുഗ്രഹീതമായ ആവേശമാണ്. കാരണം യാക്കോബിൻ്റെ പുത്രന്മാർക്ക് വിശേഷമായ വെളിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചിരുന്നു. അവർ യഹോവയുടെ ചെവിയിൽ മന്ത്രിച്ചിരുന്നു. ക്രിസ്തു അവരോടൊപ്പം ഇരുന്ന് അത്താഴം കഴിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് ശക്തിയേറിയ പ്രകാശം പകർന്നിരിക്കുന്നു. അതിനാൽ അവർക്ക് ഈ പ്രത്യേക വെളിപ്പാടുകളിൽ സംശയിക്കാൻ കഴിയുകയില്ല. യാക്കോബിൻ്റെ പുത്രന്മാർ എന്നത് ഈ വെളിപ്പാടുകളുടെ അനുഭവം ഇഷ്ടപ്പെടുന്നവരെയാണ്. 4. പിന്നെയും അവർ അസാധാരണമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരാണ്. ദുർഭാഗ്യവാൻ യാക്കോബ്! ഞാൻ യാക്കോബിൻ്റെ അനുഗ്രഹത്തിനായുള്ള പ്രതീക്ഷയില്ലാതെ യാക്കോബിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകുകയില്ല. കാരണം അതൊരു കഠിനമായ ജീവിതമായിരുന്നു. അദ്ദേഹം തൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ലാബാൻ്റെ വീട്ടിലേക്ക് ഓടേണ്ടി വന്നു. എന്നാൽ ആ വയസ്സനായ ലാബാൻ അവനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വർഷങ്ങളിലും വഞ്ചിച്ചു. അവൻ്റെ ഭാര്യയിൽ വഞ്ചിച്ചു, കൂലിയിൽ വഞ്ചിച്ചു, ആട്ടിൻകൂട്ടത്തിൽ വഞ്ചിച്ചു, എല്ലാത്തിനും ആദ്യാവസാനം വഞ്ചിച്ചു. കൂടാതെ പെട്ടെന്ന് അവന് ലാബാനിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോകേണ്ടി വന്നു. പക്ഷേ ലാബാൻ അവനെ പിന്തുടർന്ന് പിടികൂടി. അതിനുശേഷം ഏശാവ് 400 പുരുഷന്മാരോടൊപ്പം അവനെ മുഴുവനായി നശിപ്പിക്കാൻ വരികയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു സമയമുണ്ടായി. തുടർന്ന് അവൻ മല്ലിടുകയും അതിനാൽ ജീവിതകാലം മുഴുവൻ ഒരു കാലുമുടന്തി നടക്കേണ്ടതായും വന്നു. കുറച്ചു കാലത്തിന് ശേഷം അവൻ്റെ പ്രിയപ്പെട്ട റാഹേൽ മരിച്ചു. തുടർന്ന് അവൻ്റെ മകൾ ദീനയെ വഴി പിഴപ്പിക്കുകയും അവൻ്റെ പുത്രന്മാർ ശേഖേമ്യരെ കൊന്നൊടുക്കുകയും ചെയ്തു. തുടർന്ന് തൻ്റെ പ്രിയപ്പെട്ട യോസേഫിനെ മിസ്രയീമിലേക്ക് വിൽക്കപ്പെട്ടു. പിന്നീട് ഒരു ക്ഷാമം വന്നു. അതിനുശേഷം രൂബേൻ അവൻ്റെ കിടക്ക അശുദ്ധമാക്കി. യഹൂദ സ്വന്തം മരുമകളുമായി വ്യഭിചാരം ചെയ്തു. അവൻ്റെ പുത്രന്മാർ എല്ലാവരും അവന് ശാപമാവുകയും ചെയ്തു. അവസാനം ബെന്യാമിൻ അവനിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. പിന്നെ ആ പ്രായമുള്ളവൻ ഏകദേശം തകർന്നു കരഞ്ഞ്, യോസേഫില്ല, ശിമെയോനില്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഒരു സഹോദരനെ വഞ്ചിച്ചെന്ന ഒരു പാപത്താൽ യാക്കോബിനെ പോലെ ഇത്രയധികം പരീക്ഷിക്കപ്പെട്ട വേറെ ആളില്ല. ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, യാക്കോബിനോടൊപ്പം അനേകർക്ക് സഹാനുഭൂതി കാണിക്കാനാകും. അവർക്കും അതേപോലെയുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ കുരിശു വഹിക്കുന്നവരെ ദൈവം പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. പ്രിയപ്പെട്ട ആത്മാക്കളെ, നിങ്ങളുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം കാരണം നിങ്ങൾ നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് വിഷമിച്ച് അഹങ്കാരത്തോട് പറയരുത്, കഷ്ടത കണ്ട മനുഷ്യനാണ് ഞാൻ. കാരണം ത്യജിക്കപ്പെട്ടവൻ നിങ്ങളുടെ അപേക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിച്ചു. യേശുവാണ് യഥാർത്ഥ ദുഃഖിതൻ. നിങ്ങൾ കഷ്ടതയുടെ വസ്ത്രത്തിൻ്റെ അറ്റങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അവൻ്റെ ഉണ്ടായ പരീക്ഷണങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കഷ്ടത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കഷ്ടതയുടെ പാനപാത്രത്തിൽ നിന്ന് ചുരുങ്ങിയ ചില തുള്ളികൾ മാത്രം കുടിച്ചിട്ടുണ്ട്. എന്നാൽ യേശു അതിൻ്റെ അവസാനം വരെ കുടിച്ചു. ഭയപ്പെടേണ്ട, ദൈവം പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ, അസാധാരണമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. 5. അപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാർ ആരെന്ന് കുറിച്ച് ഒരു ചിന്തയും കൂടി ചിന്തിക്കാം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ യാക്കോബിൻ്റെ പുത്രന്മാർ ആണോ എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരൊരു പ്രത്യേക സ്വഭാവമുള്ള ആളുകളാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് അഭിനന്ദിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും ദൈവം അഭിനന്ദിച്ച ചില വശങ്ങളുണ്ടായിരുന്നതാണ്. യാക്കോബിൻ്റെ വിശ്വാസം. അതിനാൽ തന്നെയാണ് അവൻ അത്യന്ത പ്രഭാവശാലികളായ മഹാന്മാരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയിൽ അവർക്ക് വാഗ്ദാനങ്ങൾ നേടാൻ കഴിഞ്ഞില്ല, പക്ഷേ സ്വർഗത്തിൽ അവർ അവയെ പ്രാപിക്കും. പ്രിയരെ, നിങ്ങൾ വിശ്വാസത്തിൻ്റെ മനുഷ്യരാണോ? വിശ്വാസത്തിലൂടെ നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? വിശ്വാസത്താൽ ജീവിക്കുന്നവരാകാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ദൈനിക ആഹാരം വിശ്വാസത്തിലൂടെ കൈവരിക്കുന്നുണ്ടോ? ആത്മീക മന്യയോ എല്ലാം വിശ്വാസത്താലാണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമാണോ വിശ്വാസം? അങ്ങനെയെങ്കിൽ നിങ്ങൾ യാക്കോബിൻ്റെ പുത്രന്മാർ ആണ്.
അടുത്തതായി യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. മല്ലിടുകയും കരഞ്ഞുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യൻ. അവിടെ ആരോ ഒരാളുണ്ട് ഇന്ന് ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. അയ്യോ എളിയ മനുഷ്യ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഇല്ല എന്ന് അവൻ പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നന്നായിരിക്കട്ടെ. മരണത്തിനു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയില്ലാതെ ജീവിച്ച് മരിച്ച് നിങ്ങൾ നരകത്തിലെത്തുമ്പോൾ തീർച്ചയായും നീണ്ട നേരം പ്രാർത്ഥിക്കേണ്ടതായി വരും. അവിടെ ഒരു സ്ത്രീയുണ്ട്. അവൾ ഇന്ന് പ്രാർത്ഥിച്ചില്ല. അവളുടെ കുട്ടികളെ സൺഡേ സ്കൂളിലേക്ക് അയക്കുന്നതിൽ അത്യന്തം തിരക്കായിരുന്നു. അതിനാൽ അവൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലേ? വസ്ത്രം ധരിക്കാൻ സമയമുണ്ടായിരുന്നോ? ആകാശത്തിന് കീഴെ ഓരോ കാര്യം ചെയ്യുന്നതിനും ഒരു സമയമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേനെ. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. അവർ യാക്കോബിൻ്റെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്നവരാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ അവർക്കും പ്രാർത്ഥന അനിവാര്യമാണ്. അവർക്കത് നിർബന്ധമാണ്. സഹോദരന്മാരെ ശ്രദ്ധിക്കൂ. നിങ്ങൾ പ്രാർത്ഥനയില്ലാതെ ജീവിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവരാണ്. അങ്ങനെ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗം തീ കത്തുന്ന തടാകത്തിലായിരിക്കും. ദൈവം നിങ്ങളെ മോചിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ ആ വിധിയിൽ നിന്ന് രക്ഷിക്കട്ടെ. പക്ഷേ യാക്കോബിൻ്റെ പുത്രന്മാരായവരെ നിങ്ങൾ ആശ്വസിക്കുക, കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്. മൂന്നാമതായി അടുത്ത കാര്യത്തെക്കുറിച്ച് ഒരു ചിന്ത പറയാനുണ്ട്. മാറ്റമില്ലാത്ത ദൈവത്തിൽ നിന്ന് ഈ യാക്കോബിൻ്റെ പുത്രന്മാർ പ്രാപിക്കുന്ന ആനുകൂല്യം. അതിനാൽ യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. മുടിഞ്ഞു പോകുക എങ്ങനെ? മനുഷ്യനെങ്ങനെ നശിക്കാം? 2 മാർഗങ്ങളുണ്ട്. നാം നരകത്തിൽ നശിച്ചേനെ. ദൈവം മാറ്റം വരുത്തുന്ന ദൈവമായിരുന്നെങ്കിൽ ഈ രാവിലെ ഇവിടെ ഇരിക്കുന്ന യാക്കോബിൻ്റെ പുത്രന്മാർ നരകത്തിൽ നശിച്ചു പോകുമായിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ അഗ്നിയിൽ ഒരു കോലായി മാറിയേനെ. പക്ഷേ ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകാനുള്ള ഒരു മാർഗമുണ്ട്. മരിക്കുന്നതിന് മുൻപേ തന്നെ ശിക്ഷിക്കപ്പെട്ടവൻ എന്ന അവസ്ഥയിലേക്ക് എത്താം. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരാളെ പോലെ ആയിരിക്കും. ദൈവം നമ്മെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നാം എവിടെയായിരിക്കുമായിരുന്നു? മദ്യപാനികളുടെ കൂടെയോ? സർവശക്തനായ ദൈവത്തെ നിന്ദിക്കുന്നവരോട് കൂടെയോ? അയ്യോ, ദൈവം നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുതലിലല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും അശുദ്ധന്മാരിലും അശുദ്ധരും ഏറ്റവും ദുഷ്ടന്മാരിലും ദുഷ്ടന്മാരുമായിരിക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതുപോലെയുള്ള ഘട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഞാൻ പലപ്പോഴും പാപത്തിൻ്റെ അതിരുകളിലേക്ക് എത്തി. ചില ശക്തമായ പരീക്ഷണങ്ങൾ എന്നെ ഇരുഭുജങ്ങളിലും പിടിച്ചുകൊണ്ടുപോയി. എനിക്ക് അതിനെതിരെ യാതൊരു പ്രതിരോധവും നടത്താനാകാതെ ഒരു ഭീകരമായ സൈത്താനിക ശക്തി എന്നെ പിടിച്ചഴച്ച് ഒരു ഭയാനകമായ ചെങ്കുത്തായ ചെരുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വളരെ വളരെ താഴോട്ട് നോക്കിയപ്പോൾ എൻ്റെ വിധി കണ്ടു. ഞാൻ ഭയത്തോടെ നാശത്തിൻ്റെ വക്കിൽ നിന്ന് വിറച്ചു. എൻ്റെ മുടി നിവർന്നു നിന്നു. ഞാൻ ആ പാപം ചെയ്യാൻ പോവുകയാണെന്ന് കരുതി. ഞാൻ വീഴാൻ പോകുന്ന ആ ഭയാനക കുഴി. പക്ഷേ ശക്തമായൊരു കൈ എന്നെ രക്ഷിച്ചു. എന്നെ പിന്നോട്ട് വീണ്ടെടുത്തു. ഞാൻ നിലവിളിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും അടുത്ത പാപത്തിലേക്ക് പോയിട്ടും തിരികെ വരാനായോ? ഞാൻ അഗ്നികുണ്ഡത്തിനടുത്തു വരെ പോയിട്ടും വീണുപോയില്ലേ? നെബൂഖദ്നേസറിൻ്റെ ബലവാൻ പുരുഷന്മാരെ പോലെ അവർ അതിൻ്റെ തീവ്രതയിൽ അഗ്നിയിൽ അഴിഞ്ഞുപോയില്ലേ? ഒരിക്കൽ ഞാൻ അനുഭവിച്ച പാപങ്ങൾ, എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ദുഷിച്ച ചിന്തകൾ ഓർക്കുമ്പോൾ ഇന്നിവിടെ ഞാൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ഉണങ്ങിയിട്ടില്ല. കാരണം കർത്താവ് മാറ്റപ്പെടുന്നില്ല. അയ്യോ, അവൻ മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ നാം ഒരു ഡസൻ വഴിയിലൂടെ നശിച്ചു പോയേനെ. കർത്താവ് മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ നീയും ഞാനും സ്വയം നശിച്ചേനെ. കാരണം ഒരു ക്രിസ്ത്യാൻ്റെ ഏറ്റവും വലിയ ശത്രു സ്വയം തന്നെയാണ്. നാം നമ്മുടെ ആത്മാക്കളെ തകർക്കുവാൻ തക്കവണ്ണം സ്വയം വിഷം കലർത്തിയേനെ. പക്ഷേ കർത്താവ് മാറ്റമില്ലാത്ത ദൈവമായിരുന്നു. അതിനാൽ നാം കുടിക്കാൻ പോകുമ്പോൾ അവൻ പാനപാത്രം നമ്മളുടെ കയ്യിൽ നിന്ന് അകറ്റി. കർത്താവ് മാറ്റമുള്ള ദൈവമായിരുന്നുവെങ്കിൽ ദൈവത്താൽ നാം നശിക്കപ്പെട്ടേനെ. നാം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൽ ഒരു പിതാവാണെങ്കിൽ തൻ്റെ മക്കളിൽ നിന്ന് ഇതിൻ്റെ പകുതിയെങ്കിലും സഹിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അവൻ അവരെ എല്ലാം കൊന്നേക്കുമായിരുന്നു. ലോകത്തിലേക്ക് ഏറ്റവും കുഴപ്പം പിടിച്ച കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണ്. അവിശ്വാസി, നന്ദിയില്ലാത്തവർ, അനുസരണക്കേടുള്ളവർ, മറക്കുന്നവർ, കലഹശീലമുള്ളവർ, വഴിതെറ്റിയവർ, പിറുപിറുക്കുന്നവർ, ദുശ്ശാഠ്യമുള്ളവർ. അവൻ ദീർഘക്ഷമയുള്ളവനല്ലെങ്കിൽ നമ്മിൽ ചിലർക്കെതിരെ വടിയല്ല വാൾ തന്നെ എടുക്കുമായിരുന്നു. പക്ഷേ നമ്മിൽ സ്നേഹിക്കപ്പെടുവാൻ ആദ്യമേ ഒന്നും തന്നെ ഇല്ലാതിരുന്നതുപോലെ ഇപ്പോൾ സ്നേഹിക്കുന്നതിന് കുറവ് വന്നിട്ടില്ല. ജോൺ ന്യൂട്ടൺ
തെരഞ്ഞെടുപ്പിൻ്റെ ഉപദേശം തെളിയിക്കാനായി ഒരു നല്ല സ്ത്രീയുടെ രസകരമായ കഥ പറഞ്ഞ് ചിരിക്കുന്നതായി പറയാറുണ്ട്. ഓ സാർ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് എന്നെ സ്നേഹിച്ചിരിക്കണം, അല്ലെങ്കിൽ അവന് പിന്നീട് എന്നിൽ സ്നേഹിക്കാനുള്ളത് ഒന്നും എന്നിൽ കണ്ടേക്കില്ല. ഇതെൻ്റെ കാര്യത്തിലും ശരിയാണ്. കൂടാതെ ഏറിയ പങ്ക് ദൈവത്തിൻ്റെ ജനങ്ങളുടെ കാര്യത്തിലും ശരിയാണ്. അവർ ജനിച്ച ശേഷം അവരിൽ സ്നേഹിക്കാനുള്ളത് വളരെ കുറവാണ്. ആകയാൽ ദൈവം അവരെ ആദ്യം സ്നേഹിച്ചില്ല എങ്കിൽ പിന്നീട് തിരഞ്ഞെടുക്കുവാൻ തക്ക കാരണമൊന്നും കണ്ടേക്കില്ല. എന്നാൽ ദൈവം പ്രവൃത്തികൾ മുഖാന്തരമല്ല സ്നേഹിച്ചതെങ്കിൽ ഇപ്പോഴും അവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല സ്നേഹിക്കുന്നത്. അവരുടെ നല്ല പ്രവൃത്തികൾ അവൻ്റെ സ്നേഹം നേടാൻ കാരണമായില്ലെങ്കിൽ അവരുടെ തെറ്റായ പ്രവൃത്തികൾ ആ സ്നേഹബന്ധം വിച്ഛേദിക്കാനാകുകയില്ല. അവരുടെ നീതി അവരോടുള്ള അവൻ്റെ സ്നേഹത്തെ ബന്ധിപ്പിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ ദുഷ്കൃത്യം ദൈവത്തിൻ്റെ ആ സ്വർണ്ണബന്ധത്തെ തകർക്കാനാകില്ല. അവൻ അവരെ തൻ്റെ അത്യുന്നത പരമാധികാരത്താലുള്ള കൃപയാൽ സ്നേഹിച്ചു, അതിനാൽ ഇപ്പോഴും സ്നേഹിക്കും. പക്ഷെ ദൈവം ഒരിക്കലെങ്കിലും മാറിയിരുന്നുവെങ്കിൽ പിശാച് നമ്മെ നശിപ്പിച്ചേനെ, നമ്മുടെ ശത്രുക്കൾ നമ്മെ തകർത്തേനെ, ഈ ലോകം നമ്മെ വിഴുങ്ങിയേനെ, നമ്മുടെ പാപങ്ങൾ നമ്മെ തകർത്തേനെ, നമ്മുടെ പരീക്ഷണങ്ങളാൽ നമ്മൾ തകർക്കപ്പെട്ടേനെ, ഇങ്ങനെ നൂറുകണക്കിന് വഴിയിലൂടെ നാം നഷ്ടപ്പെട്ടേനെ. എന്നാൽ ഇപ്പോൾ സമയം തീർന്നു പോകുന്നു. ഞാൻ ഈ ഭാഗം ഒന്ന് തൊട്ടതേയുള്ളൂ. ഞാനിപ്പോൾ ഈ വാക്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ ഈ ആഹാരം വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ. നന്നായി ദഹിപ്പിക്കുക, അതിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുക. നന്നായി ചിന്തിക്കുവിൻ. പരിശുദ്ധാത്മാവ് ഈ മഹത്വമുള്ള വാക്കുകൾ നിങ്ങൾക്കായി മധുരമായി വെളിപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ഇതൊരു കൊഴുത്ത വസ്തുക്കളുടെ ഉത്സവവും മട്ടുമാറിയ വീഞ്ഞും ആയിരിക്കട്ടെ. ഓർക്കുക, ദൈവം മാറ്റപ്പെടുന്നില്ല. എന്തു സംഭവിച്ചാലും നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറിയേക്കാം, നിങ്ങളുടെ ശുശ്രൂഷകന്മാർ മാറ്റപ്പെട്ടേക്കാം, എല്ലാം മാറിയേക്കാം. പക്ഷെ ദൈവം മാറുന്നില്ല. നിങ്ങളുടെ സഹോദരങ്ങൾ മാറി നിങ്ങളുടെ നാമം തള്ളിപ്പറയുമായിരിക്കും, പക്ഷെ ദൈവം അപ്പോഴും നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ ജീവിതസ്ഥിതി മാറിയാലും, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും, നിങ്ങളുടെ ജീവിതം മുഴുവൻ അധിപതിച്ചാലും, നിങ്ങൾ ദുർബലരാകട്ടെ, രോഗികളാവട്ടെ, എല്ലാം നശിച്ചു പോയാലും മാറ്റം സ്പർശിക്കാനാകാത്ത ഒരിടമുണ്ട്. മാറ്റം എന്ന് എഴുതുവാൻ കഴിയാത്ത നാമമുണ്ട്. ഒരിക്കലും മാറാത്ത ഒരു ഹൃദയമുണ്ട്. അത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ആ നാമം സ്നേഹമെന്നാണ്. വിശ്വസിക്കൂ, അവൻ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല. നിങ്ങൾക്ക് അവനെക്കുറിച്ച് സംശയം തോന്നിയാലും അവൻ നിങ്ങളെ ഒരിക്കലും വിട്ടേക്കുകയില്ല. നിങ്ങളെ അവൻ വിട്ടുപോകാൻ അനുവദിക്കുകയുമില്ല. ആമേൻ.